നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഗ്രീൻലാൻഡിൽ നിന്ന് ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ വന്ന് ഇറങ്ങിയതും എൻ്റെ പഴയ സുഹൃത്ത് ഫാദർ വട്ടപ്പറമ്പിലിനെയും കുടുംബത്തെയും കണ്ടുമുട്ടിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് യാത്രാ വിവരണം അവസാനിപ്പിക്കുന്ന പോലെ ആയിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം അത് പറയുന്ന സമയത്ത് പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേക്കണം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നേരത്തെ പോയി കിടന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ നേരത്തെ തിരിച്ചു പോകും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ പിറ്റേ ദിവസം വൈകുന്നേരമായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. രാവിലെ നേരത്തെ എഴുന്നേക്കണമായിരുന്നു. അത് ആ ഒറ്റ ദിവസമാണ് കോപ്പൻഹേഗൻ എന്ന് പറയുന്ന ആ നഗരം ചുറ്റി നടന്ന് കാണാനുള്ള ഞങ്ങളുടെ അവസരം. അപ്പോൾ രാവിലെ നേരത്തെ എല്ലാവരും എഴുന്നേറ്റ് വന്ന് പെട്ടി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഈ ഹോട്ടലിൽ തന്നെ ഈ ക്ലോക്ക് റൂമുണ്ട്. ആ റൂമിൽ ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബസ്സിലേക്ക് കയറി. കോപ്പൻഹേഗൻ നഗരം യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഫിഷിംഗ് ഗ്രാമമായിരുന്നു, ഒരു മുക്കുവ ഗ്രാമമായിരുന്നു, മീൻപിടുത്തക്കാരുടെ ഒരു ഗ്രാമമായിരുന്നു. നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇന്ന് കാണുന്ന കോപ്പൻഹേഗൻ നഗരമായിട്ടത് വളർന്നത്. കോപ്പൻഹേഗൻ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൗരാണികമായിട്ടുള്ള ആർക്കിടെക്ചറും ചരിത്രവും അതുപോലെ നിലനിർത്തുകയും ആധുനിക വാസ്തുവിദ്യയുടെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള മോഡൽസ് നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നഗരമാണ്. നമ്മൾ മറ്റു പല സ്ഥലങ്ങളിൽ കാണുമ്പോൾ കൗതുകകരമായിട്ടുള്ള ചില ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ കോപ്പൻഹേഗനിൽ എല്ലാ ബിൽഡിങ്ങുകളും യുണീക്കാണ്. എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ട്. വളരെ വിചിത്രമായ ആകൃതിയിലൊക്കെയുള്ള ബിൽഡിങ്ങുകളുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ ആദ്യം പോകുന്നത് കോപ്പൻഹേഗൻ നഗരത്തിൽ വരുന്ന ഒരു വിദേശ സഞ്ചാരിയും ഒഴിവാക്കാത്ത ഒരു ശില്പം കാണാനാണ്. മാർമേഡിൻ്റെ ഒരു ശില്പമാണ്, മത്സ്യകന്യകയുടെ ശില്പം കാണാനാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ സാധാരണ ഞാൻ ഈ വിവരണങ്ങൾ പറയുമ്പോൾ ബസ്സിലിരുന്ന് കാണുന്ന കാഴ്ചകളെ കുറിച്ച് കൂടുതലൊന്നും പറയാറില്ല. ബിൽഡിങ്ങുകൾ ഇങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഓരോ ബിൽഡിങ്ങിനും ഒരു കഥയുണ്ട്. ആദ്യം പുറത്തിറങ്ങുമ്പോൾ ചെരിഞ്ഞു നിൽക്കുന്ന രണ്ട് പ്രതിമകൾ, രണ്ടും പുരുഷന്മാരിങ്ങനെ മുന്നോട്ട് വീഴാൻ നമ്മുടെ ഭൂമിയുടെ ആകർഷണ ബലത്തിനെ അതിജീവിച്ച് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന രണ്ട് ശില്പങ്ങളുണ്ട്. അത് എയർപോർട്ടിന് പുറത്ത് ഉള്ള ശില്പങ്ങളാണ്. പാർക്കിംഗ് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന ബോർഡിനടുത്താണ് അത് വെച്ചിരിക്കുന്നത്. അത് കോപ്പൻഹേഗൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്ന ശില്പമാണ്. രണ്ടുപേരും ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത് ഒരു 40 ഡിഗ്രിയിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന രണ്ട് ശില്പങ്ങൾ. അത് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന യാത്രക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന ശില്പങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ബിൽഡിംഗ്. അപ്പോൾ അതിൻ്റെ പുറത്ത് വലിയ ബോർഡിൽ ഡാനിഷ് ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ 2026 പ്രവർത്തനം ആരംഭിക്കും എന്ന് എഴുതി വെച്ചിട്ട് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ വെച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 അവസാനിക്കും, പൂർത്തിയാക്കുമെന്ന് അവർ ആദ്യമേ അനൗൺസ് ചെയ്തിട്ടാണ് ആ ബിൽഡിംഗ് പണി നടക്കുന്നത്. അത് കഴിഞ്ഞ് പോകുമ്പോൾ കുറേ ബിൽഡിങ്ങുകൾ നമ്മുടെ ഗൈഡ് പറഞ്ഞു അത് കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗങ്ങളാണ്. ഒറ്റ ക്യാമ്പസിൽ ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകളായിട്ടല്ല അവിടെ യൂണിവേഴ്സിറ്റി, കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റി. അത് നഗരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ചെതറിക്കിടക്കുന്ന പോലെ പല ബിൽഡിങ്ങുകളും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെതറിക്കിടക്കുന്ന പോലെയാണ്. അപ്പം അതിൻ്റെ ഭാഗങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് വളരെ വിചിത്രമായ ഒരു ബിൽഡിംഗ് ഉണ്ട്, റൗണ്ട് ഷേപ്പിലൊരു ബിൽഡിംഗ്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലാണ്. പുറത്ത് തടി കൊണ്ടും ക്ലേ ടൈല് കൊണ്ടുള്ള ക്ലാഡിങ്ങുകൾ വെച്ചിട്ടുള്ള എല്ലാ റൂമുകൾക്കും പുറത്തേക്ക് കാഴ്ചയുണ്ട്. നടുവിൽ നമ്മുടെ നടുമുറ്റം സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിൽ നടുമുറ്റത്തേക്ക് ഓപ്പൺ ചെയ്യും. വിദേശ വിദ്യാർത്ഥികളും തദ്ദേശീയരായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഒരു ഹോസ്റ്റലാണത്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ആണ് അതിവിചിത്രമായ രണ്ട് ബിൽഡിങ്ങുകൾ, രണ്ട് ടവറുകൾ കാണുന്നത്. കാക്ടസ് ടവർ എന്നാണ്
അതിന് പറയുന്നത്. കാക്ടസ് ടവേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. കാക്ടസ് ടവേഴ്സ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾ ചെടിയുടെ ഓർമ്മിപ്പിക്കുന്ന 2 ബിൽഡിങ്ങുകൾ. ആധുനികമായ വാസ്തുവിദ്യയുടെ പ്രതീകങ്ങളാണ് ഈ കാക്ടസ് ടവേഴ്സ്. അപ്പാർട്ട്മെൻറ്റ്സാണ് അതിലുള്ളത്. അത് അധികവും ഈ സ്റ്റുഡൻസിനും ചെറുപ്പക്കാർക്കും ഒക്കെയുള്ള ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിപ്പോൾ ഒരു ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു എന്താ പറയേണ്ട ഒരു ലാൻഡ്മാർക്കാണ്. കോപ്പൻഹേഗനിലെ ഒരു ലാൻഡ്മാർക്കാണ് ഈ കാക്ടസ് ടവർ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൊട്ടേറ്റഡ് ഫ്ലോർ എന്നാണ് പറയുന്നത്. അതായത് ഓരോ ഫ്ലോറിൻ്റെയും മേൽഭാഗം ഇങ്ങനെ തിരിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എല്ലാ ഫ്ലോറിലുള്ള ആളുകൾക്കും ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയും നഗരക്കാഴ്ചയും മിസ്സാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മുന്നോട്ട് പോകുമ്പോൾ പ്രസിദ്ധമായ ടിവോളി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങാണ്. അവരുടെ എംപ്ലോയ് ആയിട്ടുള്ള കരടിക്കുട്ടിയുടെ ഫോട്ടോ ഒക്കെ അതിൻ്റെ മീതെ കാണും. Marriage will last. But it's actually nowadays you can, for instance, pay £100 and they'll sample it for you. ഈ യാത്രയിൽ ഈ ഗൈഡ് പറഞ്ഞ ഒരു തമാശ അവരുടെ ഇടയിൽ പ്രചാരമുള്ള ഒരു തമാശ, ഈ സ്വീഡിഷ് ഫർണിച്ചർ കമ്പനി ആയിട്ടുള്ള ഐക്യ ഇപ്പോൾ ദുബായിലുണ്ട്, ഇപ്പോൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. ഐക്യയിൽ ഒരു ഡാനിഷ് ചെറുപ്പക്കാർ 2 പേർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ അവരവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ട ഫർണിച്ചർ ഐക്യയിൽ പോയിട്ട് തർക്കങ്ങളില്ലാതെ സെലക്ട് ചെയ്ത് ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ട് അവർ തന്നെ വിജയകരമായി അത് കണക്ട് ചെയ്താൽ, ഫർണിച്ചർ ഫിക്സ് ചെയ്താൽ അവരുടെ വിവാഹബന്ധം ദീർഘനാൾ നിലനിൽക്കും എന്നൊരു തമാശ അവിടെ പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ 100 ക്രോണർ കൊടുത്താൽ കമ്പനി തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരും. പണ്ട് മേടിച്ചു കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യണമായിരുന്നു. ഐക്യ വലിയൊരു ബ്രാൻഡാണ്, യൂറോപ്പിൽ മുഴുവനുള്ളൊരു ബ്രാൻഡാണ്. നമ്മൾ ദുബായിലൊക്കെ ഐക്യയിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഷോപ്പിംഗ് മാനിയ ഉള്ള ആളും കൂടി ആണെങ്കിൽ നമുക്ക് പ്രാന്താവും. നാട്ടിലേക്ക് കൊണ്ടുവരാവുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ അത് കയറ്റി വിടുകയൊക്കെ വേണം. ഒരു ഫ്ലാറ്റിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറും, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറും ഐക്യയിലേക്ക് കിട്ടും. ഇത് വാങ്ങാനുള്ള പ്രലോഭനം തടയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ വിലയില്ലാതെ ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. പിന്നെ അവരുടെ ഫർണിച്ചറുകൾ ഡിസൈൻ ചെയ്യുന്ന രീതി തന്നെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ കടന്നു പോകുന്നത് ചുവന്ന ഇഷ്ടികകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വലിയ ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ് കോപ്പൻഹേഗൻ സെൻട്രൽ സ്റ്റേഷനാണ്. വളരെ വലിയ ബിൽഡിങ്ങും വളരെ മനോഹരമായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. ഇത് കോപ്പൻഹേഗൻ നഗരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വലിയ സിറ്റികളിലൊക്കെ പോകുമ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ തിങ്ങിക്കൂടി വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ടാവും. ഇതങ്ങനെയല്ല. ഓരോന്നും എനിക്ക് വളരെ നൂറ്റാണ്ടുകൾ കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സിറ്റി ആയതുകൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മരങ്ങൾക്ക് പാർക്കുകൾ. ഇപ്പോൾ ഒരു തുറമുഖ നഗരവും കൂടിയാണ് കോപ്പൻഹേഗൻ. അപ്പോൾ ഈ തുറമുഖത്തിൻ്റെ സൈഡിൽ കടൽ തീരത്തിനോട് ചേർന്നിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള വലിയ പാർക്കുകൾ, സൈക്കിളുകൾ ബൈക്കുകളും വയ്ക്കാനുള്ള വലിയ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് സൈക്ലിങ്ങിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നഗരമാണ് കോപ്പൻഹേഗൻ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ പാർക്ക് നിൽക്കുന്ന സ്ഥലത്ത് ഒരു 10 ബിൽഡിങ് പണിയാമെന്ന് ആലോചിക്കും. പണ്ട് ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂരും മറ്റ് സിറ്റികൾ പോലെ തന്നെ ബിൽഡിങ്ങുകൾ കൊണ്ട് നിറഞ്ഞു, പഴയ തണുപ്പൊക്കെ പോയി. പക്ഷേ കോപ്പൻഹേഗൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാസ്തുശില്പ കലയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം. പിന്നെ എല്ലാ നഗരത്തിൻ്റെ എല്ലാ ജംഗ്ഷനുകളിലും എല്ലാ റോഡ് സൈഡുകളിലും
അവർ കലാകാരന്മാരെയും ശില്പികളെയും ചിത്രകാരന്മാരെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ശില്പങ്ങൾ ഉണ്ട്, മനോഹരമായിട്ടുള്ള ശില്പങ്ങളുണ്ട്. ഞങ്ങൾ ഈ യാത്ര നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ തുറമുഖത്ത് കടൽ തീരത്തുള്ള പ്രസിദ്ധമായ ദ ലിറ്റിൽ മെർമെയ്ഡ് എന്ന് പറയുന്നൊരു ശില്പം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. ആദ്യത്തെ നമ്മുടെ സ്റ്റോപ്പ് ഓവർ അവിടെയാണ്. അപ്പോൾ ഗൈഡ് ആദ്യമേ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലത്തെ ഒരു ശില്പമാണ് കാണാൻ പോകുന്നത് എന്ന് വിചാരിക്കരുത്. ഇതൊരു ചെറിയ ശില്പമാണ്. പക്ഷെ കോപ്പൻഹേഗനിൽ വരുന്ന ഒരു സഞ്ചാരിയും ഇത് കാണാതെ പോവില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ശില്പമാണ്. പക്ഷെ നിങ്ങളൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ശില്പം പ്രതീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അവർ മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി അടുത്ത് പോകുന്നത്. ഈ ഹാർബറിനോട് ചേർന്നിട്ടുള്ള ഈ പാർക്കിന്, ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള പാർക്കിന് ലേഞ്ചലിനി പാർക്ക് എന്നാണ് പറയുന്നത്. ഈ പാർക്കിൽ നിറയെ മരങ്ങളുണ്ട്. ആളുകൾക്ക് നടക്കാനുള്ള സൗകര്യം, കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേകം കാര്യങ്ങളൊക്കെയുള്ള ഇതിലൂടെയാണ് ബസ് പോകുന്നത്. ഹാർബറിലെ ഈ കടലിന് അപ്പുറത്ത് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ഉണ്ട് കോപ്പൻഹേഗനിൽ. അപ്പോൾ ഈ കടലിൽ അവർ ഐലൻഡുകൾ ചെറിയ ഐലൻഡുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതിലാണ് ഓപ്പറ ഹൗസും കോപ്പൻഹേഗൻ ഓപ്പറ ഹൗസ് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ബിൽഡിങ്ങൊക്കെ ദൂരെ നമുക്ക് അപ്പുറത്ത് കാണാം. പിന്നീട് ഈ കനാലുകളിലൂടെ, ഈ നഗരത്തിനുള്ളിലൂടെ മുഴുവൻ ഈ കടൽ വെള്ളം കയറ്റിയിട്ടുള്ള കനാലുകൾ, ആർട്ടിഫിഷ്യൽ കനാൽസ് ഉണ്ട്. അപ്പം നഗരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ബോട്ടിൽ യാത്ര ചെയ്യാം. നഗരം മുഴുവൻ ബോട്ടിൽ യാത്ര ചെയ്ത് കാണാം. നമുക്ക് ശരിക്കും കൊച്ചിയിലൊക്കെ അതിന് സാധ്യത ഉണ്ടായിരുന്നതാണ്. ഒരുപാട് കനാലുകൾ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അതുപോലെ നമ്മൾ ഫ്ലാറ്റുകളുടെയും ഓഫീസുകളുടെയും വീടുകളുടെയും അഴുക്ക് ചാലുകളാണ് നമ്മൾ നേരെ ഈ കനാലുകളിലേക്ക് തുറന്നുവിട്ട് അത് ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട കനാലുകളായി മാറി. ഇവിടെ ആ കനാലിലേക്ക് ഒരു മിഠായിയുടെ കവറിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അത്രയും കെയർഫുള്ളായിട്ടാണ് വെള്ളത്തിനെ അവർ ഹാൻഡിൽ ചെയ്യണത്. ഈ വെള്ളം എന്ന് പറയുന്നത് അമൂല്യമാണെന്ന് നമ്മളെ ഇനി എത്ര തലമുറ കഴിഞ്ഞാലാണ് നമ്മൾ പഠിക്കുകയെന്ന് നമുക്ക് അറിയില്ല. ഈ നഗരത്തിനുള്ളിൽ മുഴുവൻ ഈ കനാലുകളുണ്ട്. കനാലുകളുടെ അല്ല, റോഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാം, അത്രയും വിശാലമായ റോഡുകളാണ്. അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു നഗരമാണ്. അപ്പോൾ ഞങ്ങൾ ഈ കടൽ തീരത്ത് ബസ് നിർത്താനുള്ള ബസ്സിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ നിർത്തി അവിടുന്ന് ഈ ലിറ്റിൽ മെർമെയ്ഡിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ അത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രോൺസ്, ഒരു വെങ്കല പ്രതിമയാണ്. കുറച്ച് ദുഃഖത്തോടു കൂടി ഒരു മെലങ്കളി മൂഡിൽ ഇങ്ങനെ ഒരു പാറപ്പുറത്ത് ഇരിക്കുന്ന മത്സ്യകന്യകയുടെ ശില്പമാണത്. പ്രശസ്ത ഡാനിഷ് എഴുത്തുകാരനായ ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ലിറ്റിൽ മെർമെയ്ഡ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഫെയറി ടെയിൽ, നാടോടി കഥയാണ്. കഥയെ ബേസ് ചെയ്തിട്ട് എഡ്വേർഡ് എറിക്സൺ എന്ന് പറയുന്ന ആളാണ് ഈ ശില്പം 1913 സ്ഥാപിച്ചത്. അന്ന് മുതൽ അതിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. ഇതിനൊരു മോഡലിനെ അന്വേഷിച്ചിട്ട് എഡ്വേർഡ് എറിക്സൺ നടന്നതും അവസാനം ഒരു ദുഃഖഭാവത്തോടു കൂടി വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന ഈ ശില്പത്തിന് ഒരു മോഡലിനെ അദ്ദേഹം കണ്ടെത്തിയതിനും പുറകിലൊരു കഥയുണ്ട്. എലൻ പ്രൈസ് എന്ന് പറയുന്ന അക്കാലത്തെ വിഖ്യാതയായിട്ടുള്ളൊരു മോഡലിനെയാണ് ഈ ശില്പത്തിൻ്റെ മാതൃകയായിട്ട് അദ്ദേഹം കണ്ടത്. പക്ഷെ അവർ ന്യൂഡായിട്ട്, ഈ ശില്പം ന്യൂഡാണ്, അപ്പോൾ ന്യൂഡായിട്ട് പോസ് ചെയ്യാൻ അവർ വിസമ്മതിച്ചു. അങ്ങനെ മുഖം മാത്രം എലൻ പ്രൈസിൻ്റെ മുഖവും തൻ്റെ ഭാര്യയുടെ ശരീരവും ന്യൂഡായിട്ട്, ഭാര്യയാണ്
എഡ്വേർഡിൻ്റെ മുമ്പിൽ പോസ് ചെയ്തത്. അങ്ങനെ ശരീരം തൻ്റെ ഭാര്യയുടെയും മുഖം എലൻ പ്രൈസിൻ്റേതും വെച്ചിട്ടാണ് മോഡൽ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ശില്പം ഉണ്ടാക്കിയത്. ഈ ശില്പം ലോകപ്രസിദ്ധമാണ്. അപ്പോൾ കോപ്പൻഹേഗൻ സന്ദർശിച്ചിട്ടുള്ള ഒരു സഞ്ചാരിയുടെ ഡയറിയിൽ അദ്ദേഹത്തിൻ്റെ ആൽബത്തിൽ ഈ ശില്പത്തിൻ്റെ ഒരു ഫോട്ടോ എന്തായാലും ഉണ്ടാവും. കടലിൽ വേലിയേറ്റം ഉണ്ടാവുമ്പോൾ ഈ പാറയുടെ മേലെ വരെ വെള്ളം വരും. അപ്പോൾ വെള്ളത്തിലിരിക്കുന്ന മെർമെയ്ഡ് മനുഷ്യ സ്ത്രീ ആവാൻ കൊതിച്ച ഒരു മത്സ്യകന്യകയുടെ കഥയാണ് ആ നാടോടി കഥ, ദ ലിറ്റിൽ മെർമെയ്ഡ്. അപ്പം ദുഃഖത്തോടു കൂടി മനുഷ്യനാവാൻ കഴിയാത്തതിലുള്ള, മനുഷ്യ സ്ത്രീ ആവാൻ കഴിയാത്തതിലുള്ള ദുഃഖത്തോടു കൂടിയിട്ട് ദുഃഖത്തോടു കൂടി അനന്തതയിലേക്ക് നോക്കിയിരിക്കുന്ന ആ ശില്പം 1913 മുതൽ സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ട് ഇവിടെ ഈ കടൽ തീരത്തുണ്ട്. ലിറ്റിൽ മെർമെയ്ഡ് നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ പുറകിലെ കനാലിലൂടെ ഉയരം കുറഞ്ഞ ബോട്ടുകൾ പോകുന്നത് നമുക്ക് കാണാം. ഈ ബോട്ടുകളുടെ പ്രത്യേകത ഹൈറ്റ് കുറവായിരിക്കും. അത് ഈ കനാലിലൂടെ നഗരം കാണാൻ പോകുന്ന സഞ്ചാരികൾ ഉപയോഗിക്കുന്ന ഒരു ബോട്ടാണ്. കനാൽ ടൂറിൻ്റെ ഉപയോഗിക്കുന്ന ബോട്ടാണ്. നമ്മൾ പിന്നീട് ഇന്ന് തന്നെ കനാൽ ടൂർ നടത്തുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കനാൽ ടൂറിലുള്ളത്. അത് പിന്നീട് വരും. നമ്മളിവിടുന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൽ വലിയൊരു പുക പൊങ്ങുന്നത് കാണാം. അത് എനർജി, ഈ നഗരത്തിലെ മാലിന്യങ്ങളിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന, വൈദ്യുതിയും ചൂടും ഹീറ്റും ഉൽപ്പാദിപ്പിക്കുന്ന, ഹീറ്റ് അവർക്ക് ആവശ്യമാണ്. ഈ മഞ്ഞുകാലത്ത് വിൻ്ററിലൊക്കെ തണുപ്പ് മാറ്റാൻ വീടുകളിലേക്കും ഫാക്ടറികളിലേക്കും ഓഫീസുകളിലേക്കൊക്കെ ഹീറ്റ് ആവശ്യമുണ്ട്. ആ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതും കറണ്ട് സപ്ലൈ ചെയ്യുന്നതുമായിട്ടുള്ള ഫാക്ടറിയാണത്. വലിയ പുകക്കുഴലിൽ നിന്ന് ഇങ്ങനെ പുക പൊങ്ങുന്നതാണ്. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ഈ മാലിന്യത്തിൽ നിന്ന് വൈദ്യുതിയും ചൂടും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണത്. അത് ഫാക്ടറി എന്ന് മാത്രമല്ല, അത് ഒരു എന്താ പറയേണ്ടത്, ഒരു ആർക്കിടെക്ചറൽ മാർവൽ കൂടിയാണ്. അതിൻ്റെ റൂഫ് ഇങ്ങനെ ചെരിച്ച് താഴെ വരെ ഇങ്ങനെ ചെരിച്ചിട്ടാണ് അതിൻ്റെ റൂഫ്. അത് ഒരു സ്കേറ്റിംഗ് പ്ലാറ്റ്ഫോം, കൃത്രിമ സ്കേറ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കാം. മഞ്ഞുകാലത്ത് അതിൻ്റെ മീതെ മഞ്ഞുണ്ടാവും, മഞ്ഞിൻ്റെ മീതെ സ്കേറ്റ് ചെയ്യാം. മഞ്ഞില്ലാത്ത കാലത്തും അതിൻ്റെ മീതെ ഒരു സ്കേറ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ട് അത് ഉപയോഗിക്കാം. കോപ്പൻ ഹിൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പേര് കോപ്പൻ ഹിൽ എന്നാണ്. സ്കേറ്റിങ്ങിനൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ റൂഫ്. ഒരു നഗരം എങ്ങനെയാണ് അതിൻ്റെ മാലിന്യങ്ങളെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ്. ഈ മാലിന്യം മുഴുവൻ കത്തിച്ച് അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നു, അവർക്ക് ആവശ്യമായ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. ആ ബിൽഡിംഗ് തന്നെ ഒരു ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും സ്കേറ്റ് ചെയ്യാനുള്ള സ്കേറ്റിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കുന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ എറണാകുളത്തൊക്കെ ഈ മാലിന്യത്തിൻ്റെ മലകൾ തന്നെയുണ്ട്. അതൊക്കെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കൊച്ചി പോലുള്ളൊരു നഗരത്തിന് വേണ്ട വൈദ്യുതി മുഴുവൻ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ബസ്സിൽ കയറി. Was lifted up from Sweden, carried out into the sea, and left exactly where we are now. Yeah, look at the flag here. Can you see the blue and the yellow one? So in here we have the Swedish church. And we passed this area before, but there was so much to look around. Somebody asked me about the building on the other side. That's actually just the കോപ്പൻഹേഗൻ സൈക്കിളുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. പലതരത്തിലുള്ള സൈക്കിളുകളുണ്ട്. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഫ്രണ്ട് വീലും ബാക്ക് വീലും തമ്മിൽ ഒരു 10-20 അടി വ്യത്യാസമുള്ള ചില സൈക്കിളുകൾ. മുമ്പിലത്തെ ചക്രം കുറച്ച് ചെറുത്, പുറകിലത്തെ വലുത്, ആ വലിയ ടയറിൻ്റെ മീതെ സീറ്റ്, അങ്ങനത്തെ സൈക്കിൾസ് ഉണ്ട്. ഏറ്റവും രസകരമായി തോന്നിയ ഒരു സൈക്കിൾ കാർഗോ ബൈക്ക് എന്ന് പറയുന്ന സൈക്കിളാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഉണ്ട്. അതിൽ കുട്ടികളെ ഇരുത്താം, സാധനങ്ങൾ വയ്ക്കാം, എന്നിട്ട് ചവിട്ടി പോകും. അപ്പോൾ സ്ത്രീകൾ മുഴുവൻ ഈ കാർഗോ ബൈക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കുട്ടികളെയും കൊണ്ട് പോകാം. കഴിയുന്നത്ര അവർ കാറ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കും. ദൂരത്തേക്കൊക്കെ പോകാൻ മാത്രമേ കാറുള്ളൂ. ഒരുവിധം എല്ലാ സ്ഥലത്തും സൈക്കിൾ കൂട്ടിയിട്ടാണ് പോകുന്നത്. അവരുടെ ആരോഗ്യത്തിൻ്റെയും ഒക്കെ രഹസ്യം അതായിരിക്കും. അതുപോലെ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങൾ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ കാണും. അത് നേവൽ ഓഫീസേഴ്സിനും ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടിയിട്ട് വളരെ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകളാണ്.
still, if you're looking to the left, we are still just driving around the fortress. The square coming up here is called Churchill's Square. There is a little monument at the upper part of Churchill, and in here we have a museum telling about the World War. Oi, look to the left here. Oi, but we have to have the bus down and drive in the right direction. Then you saw the gift's daughter who is taking care of the company. Before we walk to the Gefion Foundation. മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പോകുന്നു. ഈ ബസ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലം ഗഫിയോൺ ഫാൾസ്, ഗഫിയോൺ ഫൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു ഫൗണ്ടൻ ഉണ്ട്. ഡെൻമാർക്കിൽ ഒരുപാട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഐലൻഡുകളുണ്ട്. അതിലെ ഏറ്റവും വലിയ ഐലൻഡായ സീലാൻഡ് എന്ന് പറയുന്നതിന് ആ ഐലൻഡിലാണ് കോപ്പൻഹേഗനൊക്കെ ഉള്ളത്. അതൊരു ഐലൻഡാണ്. ആ കോപ്പൻഹേഗൻ അടക്കം സ്ഥിതി ചെയ്യുന്ന സീലാൻഡ് എന്ന് പറയുന്ന ഐലൻഡ് എങ്ങനെ രൂപപ്പെട്ടത് എന്നുള്ളതിന് നോർസ് മിത്തോളജിയിൽ ഒരു കഥയുണ്ട്. അതായത് ഗഫിയോൺ ദേവത, കൃഷിയുടെ ദേവതയാണ് ഗഫിയോൺ ഡെൻമാർക്കിലെ രാജാവിനോട് തനിക്ക് കൃഷി ചെയ്യാൻ കുറേ സ്ഥലം ആവശ്യപ്പെട്ടു. അപ്പോൾ രാജാവ് പറഞ്ഞു, 24 മണിക്കൂർ കൊണ്ട് 4 കാളകളെ പൂട്ടിയിട്ട് നിനക്ക് എത്ര സ്ഥലം ഉഴുതെടുക്കാൻ പറ്റുമോ അത്രയും സ്ഥലം നിനക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്വീഡനിൽ നിന്ന് ഗഫിയോൺ തൻ്റെ 4 അരോഗ ദൃഢഗാത്രരായിട്ടുള്ള 4 ആൺമക്കളെ കാളകളാക്കി മാറ്റിയിട്ട് അവരെ 4 പേരെയും പൂട്ടിയിട്ട് 24 മണിക്കൂർ കൊണ്ട് ഉഴുതെടുത്ത ആ ലാൻഡ് സ്വീഡനിൽ നിന്ന് മാറ്റി ഡെൻമാർക്കിൻ്റെ കടലിലേക്ക് കൊണ്ടുവന്നു. സ്വീഡനിൽ നിന്ന് ഉഴുതുമറിച്ച് കൊണ്ടുവന്ന മണ്ണ് ഇട്ടിട്ടാണ് സീലാൻഡ് എന്ന് പറയുന്ന കോപ്പൻഹേഗൻ നിൽക്കുന്ന ഈ ദ്വീപ് ഉണ്ടായത്. അത് സ്വീഡനിൽ നിന്ന് എടുത്ത മണ്ണാണ്. അപ്പോൾ ഈ സ്വീഡനിൽ നിന്ന് ഈ മണ്ണ് എടുത്ത സ്ഥലം ഇന്ന് പിന്നീട് ഒരു വലിയ തടാകമായി മാറി. ആ തടാകത്തിൻ്റെ പേര് മലാറൻ തടാകം എന്നാണ്. മലാറൻ തടാകം. അങ്ങനെയാണ് ഈ സീലാൻഡ് എന്ന് പറയുന്ന ദ്വീപ് ഉണ്ടായെന്നാണ് അവരുടെ ഐതിഹ്യം. അതിനെ അനുസ്മരിക്കുന്ന ഒരു വലിയ ശില്പമാണ് ഈ ഫൗണ്ടനിൽ, ഗഫിയോൺ ഫൗണ്ടനിൽ വെച്ചിട്ടുള്ള ശില്പം. ആ ശില്പം കണ്ടാൽ ഗഫിയോൺ തൻ്റെ 4 ആൺമക്കളെയും കാളകളാക്കിയിട്ട് എത്ര കഠിനമായിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതിമനോഹരമായിട്ടുള്ള ഒരു ശില്പം, അതിമനോഹരമായിട്ടുള്ളൊരു ഫൗണ്ടനും. നല്ല കഥ അല്ലേ?